ഇന്ന് ഈവനിങ്ങിന് നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കിയാലോ? അതിനു വേണ്ടി 4 പഴമെടുത്ത് ഇതുപോലെ 2 സൈഡും കളഞ്ഞ് കഷ്ണങ്ങളാക്കി സ്റ്റീം ചെയ്യാൻ വെക്കുക. പഴം ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. പഴത്തിൻ്റെ മുകളിലെ ഈ നാരുകളൊക്കെ എടുത്തു മാറ്റി പഴം നന്നായി ഉടച്ചെടുക്കണം. ഒരു വിസ്ക് വെച്ചോ തവി വെച്ചോ നന്നായി ഉടച്ചെടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് നന്നായി കുഴച്ചെടുക്കണം. പഴത്തിൽ വാട്ടർ കണ്ടൻറ് ഉള്ളത് കൊണ്ട് ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. ഇതുപോലെ കുഴച്ച് മാറ്റി വയ്ക്കുക. ഇനി ഉന്നക്കായൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കാം. അതിന് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കാഷ്യൂനട്ട് ഇട്ട് ഒന്ന് ബ്രൗൺ കളറായി വന്നാൽ അതിലോട്ട് മുന്തിരി കൂടി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ 1/4 കപ്പ് തേങ്ങ കൂടി ഇട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക. അതിനുശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഇളക്കിയാൽ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡിയായി. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി കയ്യിൽ കുറച്ച് നെയ്യ് തടവി കുഴച്ച് വെച്ച പഴത്തിൻ്റെ മിക്സിൽ നിന്ന് ഓരോ ബോൾസ് എടുത്ത് കയ്യിൽ വെച്ച് ഇതുപോലെ പരത്തിയെടുക്കുക. പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിങ്സ് അതിൻ്റെ നടുക്കിലോട്ട് ഇട്ട് എല്ലാ ഭാഗവും ജോയിൻ ചെയ്ത് ഇതുപോലെ ഉരുട്ടിയെടുത്താൽ ഉന്നക്കായ ഇവിടെ റെഡിയായി. എണ്ണയിൽ കിടന്ന് തിളയ്ക്കാൻ എല്ലാവരും സെറ്റായിട്ടുണ്ട്. ചൂടായ എണ്ണയിലോട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ ഉന്നക്കായ ഇവിടെ റെഡിയായി.